നമ്മൾ ഇവിടെ തിരുപ്പുറം കുണ്ട്രത്തിലാണ്. ഇത് വാർത്തകളിൽ ഇടം പിടിച്ചത് ഒരു മതപരമായ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയപരവും നിയമപരവുമായ കാരണങ്ങൾ കൊണ്ടും കൂടിയാണ്. ചില ആളുകൾ ഇതിനെ BJPയുടെ പ്രാദേശിക ഹിന്ദുത്വ മുന്നേറ്റം അല്ലെങ്കിൽ BJPയുടെ മുരുകൻ തന്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഒരു ദർബയും ഒരു ക്ഷേത്രവും ഒരേ കുന്നിൻ മുകളിലാണ്. എവിടെയാണ് കാർത്തിക ദീപം തെളിയിക്കേണ്ടത് എന്നതും ഒരു വിവാദത്തിന് കാരണമായി. നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് നായന്തുരം. ഈ ദീപസ്തംഭത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വിവാദമായല്ലോ, ലീഗൽ കേസായി. എവിടെ കത്തിക്കാം എന്നതിനെക്കുറിച്ച് ഇവിടുത്തെ ആളുകൾ എന്താണ് കരുതുന്നത്? ജനങ്ങൾ വന്നിട്ട് ഒരു വിഭാഗം കത്തിക്കണമെന്ന് പറയുന്നു, ഒരു വിഭാഗം വന്നിട്ട് ഇതിനപ്പുറം കാർത്തിക തൂണ് അതിൽ കത്തിക്കണമെന്ന് പറയുന്നു, ഒരു വിഭാഗം വന്നിട്ട് മോൾ ദർഗയുടെ അടുത്ത് തന്നെ കത്തിക്കണമെന്ന് പറയുന്നു. ദർഗയിലുള്ളവർ വന്നിട്ട് കത്തിച്ചാൽ ദർഗയിലുള്ളവർക്ക് അതുമായി ഒരു ബന്ധവുമില്ല. 54 വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കത്തിക്കണം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉയർത്തിയാൽ വളക്ക് വരരുത്, രക്തച്ചൊരിച്ചിലുണ്ടാകരുത്. രക്തച്ചൊരിച്ചിൽ വരാതെ ഉയർത്തു. ഇതെന്താന്ന് വെച്ചാൽ മുഴുവനും രാഷ്ട്രീയം തന്നെയാണ്. രണ്ട് ഭാഗത്തും രാഷ്ട്രീയം കളിക്കുകയാണ്. അത് രാഷ്ട്രീയം ഇല്ലാതെ ചെയ്യണം. എൻ്റെ അച്ഛന് 72 വയസ്സാവുന്നു. എൻ്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ ഞാൻ കണ്ടിട്ടില്ലടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഉള്ളവർ എന്താ പറയുന്നത്? ഇല്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഈ നാട്ടിലുണ്ടല്ലോ പഴയ കാലത്തുള്ളവരൊക്കെ, ഈ നാട്ടുപ്രമാണി മറ്റുള്ള ജനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാവൽക്കാർ, വൈരവി എല്ലാവരും ഉണ്ട്. അവർ പറയുന്നത് ഇത് ഇവിടെ ഉയർത്തിയതാണെന്നാണ്. അതുകൊണ്ട് ഉയർത്താമെന്ന് ആളുകൾ പറയുന്നു. ഒരു വിഭാഗം ഉയർത്തരുതെന്ന് പറയുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൽ ഈ ദീപത്തൂൺ ഇഷ്യൂ ഒരു ഇഷ്യൂ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ലാന്ന് കരുതുന്നുണ്ടോ? ഇല്ല മാം, അത് ഒരു ഇഷ്യൂ ആയി തന്നെ ഇരിക്കും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ മിക്കവാറും ഇഷ്യൂ ആയി എടുക്കുന്നവർക്ക് എടുക്കാം, അത് എടുക്കാത്തവർക്ക് എടുക്കാം. രണ്ട് പക്ഷമുണ്ട്. ഹിന്ദു മത് ഗ്രൂപ്പ്സ് ഇവിടെ കത്തിക്കണം എന്ന് പറയുന്നു. അതെ, അവർ ഹിന്ദു മക്കൾ കക്ഷി, അവർ കത്തിക്കണമെന്ന് പറയുന്നു. എന്നെ പോലെയുള്ള ഒരു സന്മനസ്സുള്ളയാൾ എപ്പോഴും പോലെ കത്തിക്കുന്ന സ്ഥലത്ത് കത്തിക്കണം. പക്ഷെ സന്മനസ്സുള്ളവരെന്ന് നമ്മൾ പറയുന്നു. ഇത് സമൂഹത്തിനുള്ളിൽ ഒരു തരത്തിലുമുള്ള ഭിന്നതകൾക്ക് വഴിവെക്കാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം നൂറ്റാണ്ടുകളായി ഈ രണ്ട് സമുദായങ്ങളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ഇതിനെ ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ വിഷയമാക്കാൻ ഒരു കാരണവുമില്ലെന്ന് അദ്ദേഹം പറയുന്നു. തമിഴ്നാട് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും പരസ്യമായി ഹൈന്ദവ ആചാരങ്ങൾ പിന്തുടരുന്ന സംസ്ഥാനമാണ്. ഈ എല്ലാ ഹിന്ദു ആചാരങ്ങളോടും എല്ലാ ഹിന്ദു അനുയായികളോടും ഹിന്ദു ദൈവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ദൃശ്യമായ ഈ എല്ലാ അടയാളങ്ങളോടും കൂടി ഇത് ഏറ്റവും സൗഹാർദ്ദപരമായ സംസ്ഥാനമാണ്. തിരുപ്പുറം കുണ്ട്രത്തിൽ നീരസം ആളിക്കത്തിക്കാനുള്ള ശ്രമം അതിഗംഭീരമായി പരാജയപ്പെട്ടു. അങ്ങനെ പറയുന്നു തിരുപ്പുറം കുണ്ട്രത്തിലെ MLA, ADMK MLA തിരു രാജൻ ചെല്ലപ്പ. തമിഴ് ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദു ഉത്സവങ്ങൾ. റമദാൻ മാസത്തിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഇഫ്താർ ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുന്നു. ഞാൻ എല്ലാ വർഷവും നടത്താറുണ്ട്. പക്ഷേ അവയിൽ ഓരോന്നിനെയും ഞങ്ങൾ സമത്വ നോൻപ് നികഴ്ചി എന്ന് വിളിക്കുന്നു. അതിനൊരു ക്രിസ്ത്യൻ പുരോഹിതനും ഒരു ഹിന്ദു പുരോഹിതനും ഇമാമുകളും നോമ്പ് തുറക്കുന്ന സാധാരണ ജനങ്ങളും ഉണ്ടാകും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. അത് തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.